ഇന്ന് ഓശാന ഞായർ. ആഗോള സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനം അനുസ്മരിക്കുന്ന ദിവസം. പെസഹ തിരുനാളിനായി ജെറുസലേമിൽ തടിച്ചുകൂടിയ 20 ലക്ഷം യഹൂദർക്കിടയിലൂടെ സമാധാന രാജാവായി കഴുതപ്പുറത്ത് കടന്നു വരുമ്പോൾ ജനം ഹോസാന വിളികളോടെ കർത്താവിന് വരവേൽപ്പ് നൽകി. തങ്ങളുടെ പുറംകുപ്പായം അവന് വേണ്ടി അവർ വഴിയിൽ വിരിച്ചു. ഒലിവ് മരത്തിൻ്റെ ശാഖകൾ കൈകളിൽ ഉയർത്തി അവർ ആനന്ദ നൃത്തമാടി. അവർ ആർപ്പ് വിളിച്ചു, ഹോസാന ഹോസാന, ദാവീദിൻ്റെ പുത്രന് ഹോസാന. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കുവാൻ വേഗം വരണമേ എന്നാണ് ഈ ആർപ്പ് വിളിയുടെ അർത്ഥം. റോമൻ സാമ്രാജ്യത്തിൻ്റെ നുഖത്തിൽ നിന്നും തങ്ങളെ രാഷ്ട്രീയമായി ഇവൻ വിമോചിപ്പിക്കും എന്നാണ് ജനം കരുതിയത്. എന്നാൽ ജെറുസലേമിലേക്കുള്ള യാത്ര പീലാത്തോസിൻ്റെയും സീസറിൻ്റെയും ഭരണത്തെ അട്ടിമറിക്കാനല്ല, മറിച്ച് ജെറുസലേം ദൈവാലയത്തിലെ കച്ചവടക്കാരെയും പ്രമാണികളെയും അധികാരികളെയും ചമ്മട്ടി കൊണ്ടടിച്ച് പുറത്താക്കുവാനാണ് അവൻ വന്നതെന്നറിഞ്ഞപ്പോൾ ഹോസാന പാടിയവർ തന്നെ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. നമ്മുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വിപരീതമായി ദൈവം പ്രവർത്തിച്ചാൽ ആ ദൈവത്തെ പോലും ഇന്നും ഈ ജനം ക്രൂശിലേറ്റും. ജീവിത വെല്ലുവിളികളുടെ മുന്നിൽ അവന് വേണ്ടി നിലപാടെടുക്കാൻ ഈ ഓശാന ഞായറിൽ നമുക്ക് കഴിയുമോ? എൻ്റെ ജീവിതത്തിൻ്റെ മേൽക്കുപ്പായം അവൻ്റെ നടവഴിയിൽ വിരിക്കാൻ എനിക്ക് കഴിയുമോ? കുരുത്തോലകളും കൈകളിലേന്തി അവനോടൊപ്പം ജെറുസലേമിലേക്ക് ഒന്നുകൂടെ ഹോസാന വിളികളുമായി അവനോടൊപ്പം നടക്കുവാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ നന്മ നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരുന്നു.